കൂട്ടുകാരെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് കൊടൈക്കനാലാണ്. ഞങ്ങളുടെ നാട്ടുകാരിലെ എല്ലാവരും പാടെ ഒരു ട്രിപ്പ് വന്നിക്കാണ്. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഇവിടത്തെ കാഴ്ചകളാണ്. ഞങ്ങൾ രാത്രി 10 മണിക്കാണ് ഞങ്ങളുടെ നാട്ടിലെ കുട്ടിയുടെ വണ്ടിയിൽ യാത്ര പുറപ്പെട്ടത്. രാവിലെ എണ്ണിട്ട് നോക്കുമ്പോൾ ഞങ്ങളെല്ലാരും കൊടൈക്കനാലിലാ നിക്കണത്. ഞങ്ങളെല്ലാരും കുളിച്ച് പല്ലൊക്കെ തേച്ച് നല്ല ഫ്രഷ് ആയിട്ട് ചായക്ക് വരിയിൽ നിക്കുക. ഞാനൊരു 4 ഇഡ്ഡലിയും ചട്നിയും സാമ്പാറുമാണ് വാങ്ങിയത്. ഭക്ഷണം എങ്ങനെയുണ്ട് ചോദിച്ചാൽ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാലും വിശപ്പടക്കാൻ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ചായക്ക് കുടിച്ച് എല്ലാവരുടെയും തീരാൻ വേണ്ടിട്ട് കാത്തിരുന്നു. അങ്ങനെ യാത്ര തുടങ്ങി. ആദ്യം ഞങ്ങള് മലമുകളിലത്തെ ഒരു കാഴ്ച കാണാനാണ് പോയത്. അവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് മെല്ലെ നടന്നങ്ങോട്ട് പോയി. മേലെ പോയി നോക്കുമ്പോ എന്റെ മക്കളെ എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണ്. അതൊക്കെ കണ്ട് ഇറങ്ങിയപ്പോ കുട്ടികള് താഴത്തുനിന്ന് ഫോട്ടോ എടുത്താ പോരാ പറഞ്ഞിട്ട് ആകാശത്തിന്റെ മേലെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ലിപ്പത്തിന്റെ മേലെ കേറിയിരുന്ന് ഫോട്ടോ എടുക്കുക. അതൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോ നമ്മളെ കാത്തിരിക്കണ ചോളോനും കടലയും പിന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ മാത്രം കിട്ടുന്ന VIP കൂന്, മുറിച്ച് വെച്ച തണ്ണിമത്തനും കൈതച്ചക്കയും. എന്തായാലും ചോളോനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്തൊക്കെ ഇട്ട പാത്രത്തിൽ ചോളോൻ എടുക്കുന്നു. അയാള് നന്നായിട്ട് മിസ്സാക്കിയിട്ട് ചോളത്തിന്റെ തൊലിയിൽ തന്നെ ഇട്ടിട്ട് ഒരു സ്പൂണ് ഇട്ട് തന്നു. അതും കഴിച്ച് ബാക്കിയുള്ള കാഴ്ചകളും കണ്ടിങ്ങനെ നടക്കുമ്പോ ആരോ കൊടുത്ത ചോളത്തിന്റെ കഷ്ണമം തിന്നിരിക്കണ കൊരങ്ങനാസാന് അപ്പുറത്തിരിക്കണ കൊരങ്ങന്റെ കയ്യിൽ ഒന്നും കണ്ടില്ല. അപ്പൊ ഞാൻ കുറച്ച് ചോളം കൊടുക്കാൻ തീരുമാനിച്ചു. അതാണെങ്കിൽ ജന്മത്ത് വാങ്ങണമില്ല. ഒന്നും കൂടി നിർബന്ധിച്ചപ്പാ കീ പറഞ്ഞിട്ട് മേത്തക്ക് അങ്ങ് വന്നു. കൊടുക്കാൻ വെച്ച ചോളനും പോയി, കയ്യിലൊന്നും ഇല്ലാണ്ടേ ആയി. അതിന്റെ അപ്പുറത്ത് വേറൊരു കൊരങ്ങനാസാന് എന്റെ മേത്ത് തൊടണ്ട, വേറെ എന്ത് വേണമെങ്കിലും ചെയ്തോ പറഞ്ഞോണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കാഴ്ച കണ്ടു തീർന്നു. അങ്ങനെ യാത്ര തുടങ്ങി അടുത്ത സ്ഥലത്ത് ഇറങ്ങി. ഇവിടെ കാണാനുള്ളത് കുറെ മരത്തിന്റെ കൂട്ടങ്ങളാ. ഇറങ്ങി നോക്കുമ്പോ റോഡ് സൈഡിലൊക്കെ നല്ല തിരക്കാ. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിൽ കയറി. എന്റെ മക്കളെ, അവിടുത്തെ ഓരോരോ കുട്ടികൾ കാശുണ്ടാക്കണത് കണ്ടാ നമ്മള് നെട്ടിപ്പോവും. ഫോട്ടോ എടുത്ത് പ്രിന്റ് എടുത്ത് കൊടുക്കാനും 150 രൂപ. അത് പല വലിപ്പത്തിലുണ്ട് കേട്ടോ മക്കളെ. അതിനനുസരിച്ച് പൈസ കൂടുകയും ചെയ്യും. പിന്നെ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തിട്ടോ മക്കളെ. ഒരു വലിയ പുലിയുടെ പാവക്കുട്ടിയും വെച്ചിട്ട് അതിന്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ 10 രൂപ. അതിന് ഞങ്ങൾ കാണുന്ന സമയത്ത് നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലായിടത്തും കാണുന്ന പോലെ കുതിരക്കാര, അതിൽ ആൾക്കാരെ ഇറങ്ങണതും കയറുന്നതും കണ്ടു. അവിടുത്തെ മരക്കൂട്ടങ്ങളെയൊക്കെ കണ്ടു നല്ലപോലെ ആസ്വദിച്ച് ഞാനും മോനും കൂടെ കുറെ ഫോട്ടോസുകളും എടുത്ത് അവിടെ നിന്ന് അങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് തിരിച്ചു പോന്നു. പിന്നെയാണ് ഞങ്ങള് സിനിമ ഷൂട്ടിംഗ് നടന്ന സ്ഥലത്തേക്ക് പോയത്. എന്റെ മക്കളെ, അവിടെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. എന്ത് തിരക്കാച്ചിട്ടാ. അങ്ങനെ മെല്ലെ മെല്ലെ നടന്നങ്ങട്ട് എത്തി. അവിടെ എത്തിയപ്പോ ആദ്യം കണ്ട കാഴ്ച ഒരു കൊരങ്ങൻ ആരുടെയോ വെള്ളം തട്ടിപ്പറിച്ച് കടിച്ച് പറിച്ച് കുടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അവസാനം അവൻ വിജയം കണ്ട് വെള്ളമൊക്കെ കുടിച്ച്. മക്കളെ, അവിടെ നിറച്ച ആൾക്കാരില്ലേട്ടോ. അവിടെ കാഴ്ചകളൊക്കെ കാണുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ കഷ്ടപ്പെട്ടങ്ങ് കേറി കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ എല്ലാരും പാടാ വേരുമേലിരുന്ന് ഒരു ഫോട്ടോ എടുത്ത്. പിന്നെ അവിടത്തെ ഓരോരോ കുഴികളൊക്കെ ഇരുമ്പ് കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട്. അവിടെ എല്ലായിടത്തും സൈഡിലേക്കൊന്നും പോകാൻ പറ്റാത്ത രീതിയിൽ കിർല് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അവിടൊക്കെ കിർല് വെച്ച് അടച്ചത് കൊണ്ട് നമുക്ക് കാണാനുള്ള ഭംഗിയൊക്കെ കുറവുണ്ടെങ്കിലും നമ്മുടെ ജീവനല്ലേ മക്കളെ വലുത്. അങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ കഴിഞ്ഞു വരുമ്പോ മൂടൽ മഞ്ഞൊക്കെ ഇറങ്ങി ചെറിയ മഴ പെയ്ത്. പിന്നെ അവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ലേക്കിലേക്ക് വന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോന്ന്.